Hello friends, welcome to Sunija's Kitchen World. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജാക്ക്ഫ്രൂട്ട് വെച്ചുള്ള ഒരു ഡിഷ് ആണ്. ഒരു സ്വീറ്റ് ഡിഷ് ആണ് ചെയ്യുന്നത്. ജാക്ക്ഫ്രൂട്ട് നിറച്ചത് അല്ലെങ്കിൽ ചക്ക നിറച്ചത്. ഇത് വളരെ ടേസ്റ്റി ആയ ഡിഷ് ആണ്. ഒരു സ്നാക്സ് ആണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നമുക്കത് എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് നോക്കാം. ചക്ക നിറച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചക്ക ശകലം പഴുത്തിട്ടുള്ളൂ, ഒരുപാട് പഴുക്കാത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചനച്ച് വന്നിട്ടുണ്ട്, അതൊരു പരുവാണിത്. എടുത്തിട്ട് അതിൻ്റെ നടുക്കുന്ന ഒന്ന് കീറി അതിൻ്റെ കുരു എടുത്ത് മാറ്റിയിട്ടാണ് അത്. പിന്നെ ശകലം പഞ്ചസാര, മഞ്ഞൾപ്പൊടി, മൈദ, അരിപ്പൊടി, കുറച്ച് ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് തേങ്ങ. ഇത്രയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ചക്കയ്ക്ക് അത് നിറയ്ക്കാനുള്ള ആ മിക്സിങ് തയ്യാറാക്കാം. അതിന് കുറച്ച് തേങ്ങയും പഞ്ചസാര 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ചക്കയൊന്ന് മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി കൂടുതൽ എടുക്കണം. അപ്പോൾ അരിപ്പൊടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മൈദ 2 ടീസ്പൂണ്, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ബാറ്ററിന് ഒരുപാട് ലൂസായി പോകരുത്. ഇനി ബാറ്റർ നമുക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഒരുപാട് ലൂസായി പോകരുത്, കുറച്ച് തിക്കിൽ തന്നെ വേണം. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ വേണം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇതിപ്പോൾ നമുക്കിനി ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സിങ് നമുക്ക് ഈ ചക്കയ്ക്കകത്തൊന്ന് വെച്ചു കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലോട്ടിടാം. ഈ രീതിയിൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമ്മുടെ ചക്ക നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ ചക്ക സീസണിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.